തലസ്ഥാന നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിച്ചു എന്നാണ് അധികൃതർ അവകാശപ്പെടുന്നത്. എന്നാൽ പല സ്ഥലങ്ങളിലും കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന പരാതി നാട്ടുകാർക്കുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തുന്നുണ്ടെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിനിടെ നാളെ രാവിലെ മുതൽ ആൽത്തറ മേട്ടിക്കട റോഡിൽ ജലവിതരണം തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റിയുടെ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. ഇപ്പോഴും കുടിവെള്ളം എത്തിയിട്ടില്ലാത്ത ആറന്നൂർ പണ്ടാരവിളാകത്ത് നിന്ന് സലീം മാലിക് തത്സമയം ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. സലീം, ഈ നഗരത്തിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിലാണോ ഇപ്പോൾ വെള്ളം കിട്ടാത്തത്? അത് അറ്റകുറ്റപ്പണികളൊക്കെ നേരായി നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എസ്കൻ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എസ്കൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആറന്നൂർ പണ്ടാരവിളാഹത്താണ്. ഈ പ്രദേശത്താണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. നിലവിൽ ഇവിടെ 220-ലധികം മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കുടിവെള്ളം കഴിഞ്ഞ 7 ദിവസമായി കിട്ടാക്കനിയായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ നിലയിൽ ഇവിടെ തൊട്ടപ്പുറത്ത് മറ്റൊരു പണി കൂടി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടേക്ക് ഈ ലൈനിൽ വെള്ളം എത്താത്തത് എന്നാണ് വിശദീകരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ അധികൃതരോട് ചോദിക്കുമ്പോൾ ഇനി വെള്ളം എത്താത്തത് അത് ചില എയർ പ്രശ്നങ്ങളും എയർ ബബിൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്, ബാക്കി എല്ലായിടത്തും വെള്ളം എത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ നഗരത്തിന്റെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ആ പ്രതിസന്ധി ഉണ്ട്. ഏറെക്കുറെ 90% സ്ഥലങ്ങളിലും പ്രശ്നം പരിഹരിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ബാക്കി പറയുന്ന 10% ആ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ ഇപ്പോഴും വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന ഒരു കിണറുണ്ട്. ഈ ആകെ ഒരു കിണർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് ഈ ആളുകൾ രാവിലെ മുതൽ തന്നെ വെള്ളം ശേഖരിച്ച് ഇങ്ങനെ ഓരോ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. മാത്രമല്ല, ഇവർ പറയുന്നത് ഇതിൽ ഈ സെപ്റ്റിക് വേസ്റ്റിൻ്റെ ഉൾപ്പെടെയുള്ള സാന്നിധ്യം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭക്ഷണ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നിട്ട് പോലും ആ വെള്ളം ശേഖരിക്കേണ്ടി വന്നിരുന്ന ഒരു ഗതികേടിലാണ് ഇവിടെയുള്ള മനുഷ്യരുള്ളത്. അതിനിടയിലാണ് മറ്റൊരു അറിയിപ്പ് കൂടി വരികയും ചെയ്യുന്നത്. നാളെ വീണ്ടും വെള്ളം മുടങ്ങുമെന്ന്. നേരത്തെ ഈ ഒരു ദിവസം വെള്ളം മുടങ്ങുമെന്നൊരു അറിയിപ്പ് വന്നതിന് ശേഷമാണ് 7 ദിവസമായും പൂർണ്ണമായും ഒരു പ്രതിസന്ധി പരിഹരിക്കാത്തത്. അതിനിടയിലാണ് വാട്ടർ അതോറിറ്റിയുടെ മറ്റ് അറ്റകുറ്റപ്പണികൾ കൂടി ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. അമ്മേ, എത്ര ദിവസമായി പ്രതിസന്ധി തുടങ്ങിയിട്ട്? 5 ദിവസമായി. 5 ദിവസം കഴിഞ്ഞ് ഇന്ന് നമ്മൾക്ക് ഇത് 6ാമത്തെ ദിവസമാണ്. ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനും ഇല്ല, കുളിക്കാനും ഇല്ല, ഒന്നിനും ഇല്ല. എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി തരണം ഇതിന്. അല്ലാതെ പരാതിയൊക്കെ പറഞ്ഞിരുന്നു? എല്ലാവരുടെയും പറഞ്ഞു, സകലവരും പറഞ്ഞു പരാതി. കൗൺസിലറൊക്കെ രാവിലെ മുതലേ ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും MLA, കൗൺസിലർ എല്ലാവരും വന്നിട്ട് പോയത് തന്നെ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരും. വെള്ളം ഒരു മാർക്കവും ഇല്ല വെള്ളത്തിന് പൈസ അടയ്ക്കുന്നതിന് നമ്മൾ കണക്കുമില്ല. വാട്ടർ അതോറിറ്റിയുടെ ബില്ല് വന്നു. ഇന്ന് ബില്ല് വന്നത് 700 എത്ര രൂപ വന്നെങ്കിൽ നിങ്ങൾ അടയ്ക്കണം. എല്ലാം ചെയ്തില്ലെങ്കിൽ അവർ വന്ന് ഊരിക്കൊണ്ട് പോകും. അപ്പം ഇങ്ങനെയുള്ള ഇതിലിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരും. എന്താണ് വെള്ളത്തിന്റെ അവസ്ഥ? അവിടേക്ക് ഈ പുറത്തുനിന്ന് ഈ ടാങ്കറിൽ വെള്ളം എത്തിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കിട്ടും? ഒരു പ്രാവശ്യം കിട്ടിയതാണ്. അതിനുശേഷം ഇങ്ങോട്ട് വെള്ളം വന്നിട്ടേ ഇല്ല. ഇവിടെ ഇരുന്ന് ആൾക്കാർ ജോലിക്ക് പോടാ ആൾക്കാരിലിരുന്ന് കൊച്ചു പിള്ളേർ വരെ സ്കൂളിൽ പോയ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് വെള്ളം കിട്ടാൻ. ഇവിടെ ഇരുന്ന് വലിയശാലയിലിരുന്ന് ജഗതിലിരുന്നാണ് ചുമന്ന് കൊണ്ടുവന്ന് വെള്ളം കുടിക്കുന്നത്. അമ്മ, എന്താ വീട്ടിൽ എന്താ അവസ്ഥ? വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഒരുപാട് പാത്രം വേണ്ടേ, ചെറിയ 2 റൂം, അതൊക്കെ തന്നെ എവിടെ കൊണ്ട് വയ്ക്കും? അതുകൊണ്ട് ബുദ്ധിമുട്ട്. ആ നിലയിലാണ്, അത്രയും വലിയ ബുദ്ധിമുട്ട് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇത് ചേട്ടന്റെ വീടാണോ? ചേട്ടൻ ഇവിടെ ഈ കിണറിലും അങ്ങനെ വെള്ളം കുടിക്കാൻ കൊള്ളാവുന്നല്ല എന്ന് പറഞ്ഞു. കുടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ചെറിയ മാലിന്യങ്ങൾ ഉള്ളതുകൊണ്ട് കുടിക്കാൻ ഉപയോഗിക്കാനാണ് പബ്ലിക് ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞായിരുന്നു. അതിനുശേഷം കുടിക്കാൻ എടുക്കുന്നില്ല, പുറമെ ആവശ്യത്തിനെല്ലാം എടുക്കാറുണ്ട്. ഇവിടെ എത്ര കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്? ഇവിടെ ഏകദേശം ഒരു 150 കൂടുതലുണ്ടാവും. ആ കുടുംബങ്ങൾക്കെല്ലാം ഇപ്പോൾ കഴിഞ്ഞ 7 ദിവസമായിട്ട് ഈ ദിവസം ഈ കിണറ്റിലെ വെള്ളമാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കിണറ്റിൽ അതിനു വേണ്ടിയുള്ള വെള്ളം ഉണ്ടോ? ഉണ്ട്. എടുക്കും തോറും ഊറിക്കൊണ്ട് വരികയാണ്. പക്ഷേ കുടിക്കുന്നതിലുപരി ബാക്കി എല്ലാത്തിനും ഉപയോഗിക്കുക. എസ്കൻ, അത് തന്നെയാണ്. അങ്ങനെ ഈ ഒരു കിണർ ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു പരിധി വരെയെങ്കിലും ഒരു പ്രതിസന്ധി ഒരു ചെറിയ ആശ്വാസം എന്ന് പറയാം. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ നാട്ടുകാർ തന്നെ പറയുന്നു. മാത്രമല്ല, ഇതിന് തൊട്ടപ്പുറത്തൊരു പൈപ്പുണ്ട്. ആ പൈപ്പിൽ ഏകദേശം 1 മണിക്കൂറിലധികം സമയം കാത്തു നിന്നാൽ മാത്രമേ വെള്ളം കിട്ടൂ. ചേട്ടാ, ആ പൈപ്പിൽ അവിടെ തൊട്ടപ്പുറത്തൊരു പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പിൽ വല്ലാതെ ചെറിയ അളവിലാണല്ലോ വെള്ളം വരുന്നത്. അപ്പോൾ എങ്ങനെയാണ്? നിങ്ങൾ അതിനൊന്നും പരാതിയൊന്നും പറഞ്ഞിരുന്നില്ല? ഇന്നലെ ഇന്നലെ 2 ന്യൂസ് ചാനലിലും പറഞ്ഞു, നിങ്ങളെവിടെ പറഞ്ഞ് മലയാളം ന്യൂസ് ചാനലിൽ പറഞ്ഞിട്ട് പരാതി മാത്രമല്ലേ കേൾക്കണമല്ലോ. പക്ഷെ അതിനുള്ള പരിഗണിക്കണില്ല. നൂലുപോലെ പറഞ്ഞാണ് എപ്പോഴും നമ്മളെല്ലാം അവസ്ഥയാണ് പറഞ്ഞു. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഇതും ഓണ സമയത്ത് ഇത്രയും നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ വല്ല കാര്യമുണ്ടോ സാറേ? നാട്ടിൽ വെള്ളം ഇല്ലാതെ ഇങ്ങനെ ആക്കി നമുക്ക് ലാസ്റ്റ് കുടിക്കാൻ കൂടെ വെള്ളമില്ലാതെ നമ്മൾ ബാക്ക് സൈഡ് വേണം പോയാണ് അവിടുത്തെ പൈപ്പിലാണ് നമ്മൾ വെള്ളം എടുക്കണം. അവിടെ വല്ല പാമ്പുകൾ വല്ലതും ഉണ്ടെങ്കിൽ കടിയായിട്ട് നമുക്ക് എന്തുമാത്രം ആൾക്കാർക്ക് ജീവൻ പോകും. ഇതൊന്നും സർക്കാർ ആലോചിക്കുന്നില്ലല്ലോ.
എസ്കാൻ അത് തന്നെയാണ് അത്രയും വലിയൊരു ബുദ്ധിമുട്ട് ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രത്യേകിച്ചും അവർ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ഓണക്കാലത്ത് ആ ബുദ്ധിമുട്ട് ഇരട്ടിയാവുകയുമാണ്. മാത്രമല്ല അതിനിടയിലാണ് ഇരുട്ടടി എന്നോണം നഗരവാസികൾക്ക് പുതിയൊരു അറിയിപ്പ് കൂടി വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് വാട്ടർ അതോറിറ്റിയുടെ അറിയിപ്പ് വന്നിരിക്കുന്നത്. അത് പ്രകാരം ഞാൻ ആ സ്ഥലങ്ങളൊന്ന് വായിക്കാം. വഴുതക്കാട് ഉദരശിരോമണി റോഡ്, പാലാട്ടുകോണം, CMS നഗർ, ശിശു വിഹാർ ലൈൻ, കോട്ടൺ ഹിൽ, ഇടപ്പഴിഞ്ഞി, കെ അനിരുദ്ധൻ റോഡ്, ഇറക്കം റോഡ്, മേട്ടുക്കട, വലിയശാല, തൈക്കാട് ഇത്രയും പ്രദേശങ്ങളിൽ നാളെ രാവിലെ 10 മണി മുതൽ രാത്രി 12 വരെ ജലവിതരണം മുടങ്ങുമെന്നാണ് അറിയിപ്പ്. പക്ഷേ അപ്പോൾ അത്ര സമയം മാത്രമാണ് ജലവിതരണം മുടങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായി അവർക്ക് വെള്ളം ശേഖരിച്ച് വെക്കാൻ കഴിയും. പക്ഷേ നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം, കഴിഞ്ഞ 7 ദിവസങ്ങൾക്ക് മുൻപ് 24 മണിക്കൂർ മാത്രം ജലവിതരണം മുടങ്ങുമെന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു അറ്റകുറ്റപ്പണിയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇപ്പോൾ 7-ാം ദിവസമായിട്ടും പൂർണ്ണമായ ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നുള്ളൊരു വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ദിവസങ്ങൾ നീണ്ടുപോകുമോ എന്നുള്ളൊരു ആശങ്ക ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. SKN. ഓക്കെ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. വാട്ടർ അതോറിറ്റിയുടെ അറിയിപ്പ് ഒന്നുകൂടി ഞാൻ പറയാം. നാളെ മുതൽ നഗരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്ത് ജലവിതരണം മുടങ്ങും. അറ്റകുറ്റപ്പണി മൂലമാണ് നാളെ രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ ജലവിതരണം മുടങ്ങുക. വഴുതക്കാട് ഉദാരശിരോമണി റോഡ്, പാലാട്ടുകോണം, CSM നഗർ, ശിശുവിഹാർ ലൈൻ, കോട്ടണിൽ, ഇടപ്പഴഞ്ഞി, കെ അനിരുദ്ധൻ റോഡ്, ഇറക്കം റോഡ്, മേട്ടുക്കട, വലിയശാല, തൈക്കാട് എന്നീ പ്രദേശങ്ങളിലെ ജലവിതരണമാണ് നാളെ തടസ്സപ്പെടുക.